നമസ്കാരം, പുതിയ എപ്പിസോഡിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിഡ് എന്നുള്ള വേർഡിനെ പറ്റിയാണ്. ഡിഡ് വെച്ചുള്ള സെൻറ്റൻസുകളാണ് നമ്മളിന്ന് യൂസ് ചെയ്യാൻ പോകുന്നത്. സോ അതേപോലെ തന്നെ ഡിഡിനെ പറ്റി പറയുമ്പോൾ ഡൂവിനും ഡസിനെ പറ്റി പറയണം. കാരണം ഡിഡിനും ഡൂവിനും ഡസിനും ഒരേ അർത്ഥമാണുള്ളത്. അതായത് എന്തെങ്കിലും പ്രവൃത്തി ചെയ്യുന്നതിനെയോ എന്തെങ്കിലും ജോലി ചെയ്യുന്നതിനെയോ സൂചിപ്പിക്കാനാണ് ഡിഡ്, ഡൂവ്, ഡസ് ഈ 3 വേർഡുകൾ യൂസ് ചെയ്യുന്നത്. പക്ഷേ ചെറിയൊരു വ്യത്യാസം മാത്രം. ഡിഡ് നമ്മൾ പാസ്റ്റ് ടെൻസ് ആണ്, ഡൂവിൻ്റെ ഡസിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ്. അതായത് കഴിഞ്ഞു പോയ കാര്യങ്ങളെപ്പറ്റി സംസാരിക്കുമ്പോഴാണ് നമ്മൾ ഡിഡ് ചേർക്കുന്നത്. സോ നമുക്ക് നമ്മൾ ഈ സ്ലൈഡിൽ കാണിച്ചിരിക്കുന്ന കൂട്ട് അതിൻ്റെ ഗ്രാമർ സെക്ഷനാണ് എഴുതിയിരിക്കുന്നത്. ഞാൻ ഗ്രാമർ സെക്ഷൻ ഒരുപാട് പറയുന്നില്ല, കാരണം ഗ്രാമർ സെക്ഷൻ ഒരുപാട് പറഞ്ഞാൽ നമുക്ക് ഇംഗ്ലീഷ് സെൻറ്റൻസ്, അതായത് നമുക്ക് നാച്ചുറലായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ കുറച്ച് പാടായിരിക്കും. ഗ്രാമർ ആവശ്യമുള്ളവർക്ക് സ്ലൈഡ് നോക്കി ജസ്റ്റ് വായിക്കാം. അതേപോലെ സെൻറ്റൻസ് പറയുമ്പോൾ ജസ്റ്റ് നോട്ട് ചെയ്ത് പോകാം. നമ്മൾ സ്പോക്കൺ ഇംഗ്ലീഷ് ഫോക്കസ് ചെയ്യുന്നത് കൊണ്ട് നമ്മൾ എക്സാമ്പിൾ സെൻറ്റൻസ് വഴിയായിരിക്കും പോകുന്നത്. എക്സാമ്പിൾ സെൻറ്റൻസ് വഴി പോകുമ്പോഴുള്ള ഒരു ഗുണമെന്ന് വെച്ചാൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി ഈ പറഞ്ഞിരിക്കുന്ന ഗ്രാമർ നമ്മൾ ഓട്ടോമാറ്റിക്കലി പഠിച്ചെടുക്കും. സോ നമ്മളങ്ങനെ ആയിരിക്കും പോകുന്നത്. സോ നമുക്ക് ഡയറക്റ്റ് എക്സാമ്പിളിലോട്ട് പോകാം. അതിനു മുമ്പ് ഡിഡ് നമ്മളെപ്പോഴാണ് യൂസ് ചെയ്യുന്നത്? പാസ്റ്റ്, അതായത് കഴിഞ്ഞു പോയ കാര്യത്തെപ്പറ്റി പറയുമ്പോഴാണ് നമ്മൾ ഡിഡ് യൂസ് ചെയ്യുന്നത്. കഴിഞ്ഞ പാസ്റ്റ് എന്ന് വെച്ചാൽ ഭൂതകാലം, കഴിഞ്ഞു പോയൊരു കാര്യം, അതായത് ഭൂതകാലത്തിൽ നടന്ന എന്തെങ്കിലും പ്രവൃത്തിയോ ജോലിയെ പറ്റി പറയുമ്പോഴാണ് നമ്മൾ ഡിഡ് യൂസ് ചെയ്യുന്നത്. അതേപോലെ ഡിഡ് വെച്ച് നമുക്ക് ക്വസ്റ്റ്യൻസ് ക്രിയേറ്റ് ചെയ്യാം. അതായത് ഡൂവിലും ഡസിലും നമ്മൾ ക്വസ്റ്റ്യൻസ് ഫോർമേഷൻ ചെയ്തല്ലോ, അതിനങ്ങനെ ഒരു ഫോർമേഷനുണ്ട്. അതേപോലെ ഡിഡിനും ഈ ക്വസ്റ്റ്യൻ ഫോർമേഷൻ ചെയ്യാൻ ഡിഡ് വെച്ച് ഒരുപാട് ക്വസ്റ്റ്യൻ ഫോർമേഷനുണ്ട്. വളരെ സിമ്പിളാണ്, കേൾക്കുമ്പോൾ പേടിക്കരുത്. നമ്മളതിൻ്റെ എക്സാമ്പിൾസിലോട്ട് പോകുമ്പോൾ മനസ്സിലാവും. ഡെയിലി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരുപാട് വേർഡുകൾ ഡിഡ് വെച്ചുണ്ട്. അതേപോലെ ഡൂ വെച്ചുണ്ട്, ഡസ് വെച്ചുണ്ട്. ഡൂവിൻ്റെ ഡസിൻ്റെയും ക്ലാസ്സുകൾ കഴിഞ്ഞ എപ്പിസോഡുകളുണ്ട്, നിങ്ങൾക്ക് റിവൈസ് ചെയ്താൽ മനസ്സിലാവും. ഡൂവിൻ്റെ എപ്പിസോഡ് 6, 7 എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഡസ് കഴിഞ്ഞ എപ്പിസോഡുകളുണ്ട്, 10, 11 ഉണ്ട്, 12 ഉണ്ട്, 3 എപ്പിസോഡ് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് ഇന്ന് ഡിഡിലോട്ട് കിടക്കാം, ഡിഡ് എക്സാമ്പിളിലോട്ട് കിടക്കാം. വളരെ ഈസി ആയിട്ട് നമുക്ക് എക്സാമ്പിളിൽ കൂടി പഠിക്കാം. ഒന്നാമത്തെ എക്സാമ്പിളിലോട്ട് നമുക്ക് കിടക്കാം. ഐ കാൺ സിങ് ആസ് വെൽ ആസ് കെവിൻ ഡിഡ്. കെവിൻ പാട്ട് പാടുന്നതിൻ്റെ കൂട്ടി എനിക്ക് പാടാൻ കഴിയില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ഐ കാൺ സിങ് ആസ് വെൽ ആസ് കെവിൻ ഡിഡ്. കെവിൻ പാടിയതിൻ്റെ കൂട്ട്, കെവിൻ ഒരു പാട്ട് പാടി കഴിഞ്ഞു, നടന്നു കഴിഞ്ഞ കാര്യമാണ്. കെവിൻ പാട്ട് പാടിയതിൻ്റെ കൂട്ട് എനിക്ക് പാടാൻ കഴിയില്ലെന്നാണ് അതിൻ്റെ അർത്ഥം. ഐ കാൺ സിങ് ആസ് വെൽ ആസ് എന്ന് പറഞ്ഞാൽ അതേപോലെ എന്നാണ് അർത്ഥം. ആസ് വെൽ ആസ് എന്ന് പറഞ്ഞാൽ അതേപോലെയൊക്കെ എന്നാണ്. ഐ കാൺ സിങ് ആസ് വെൽ ആസ് കെവിൻ ഡിഡ്. കെവിൻ പാടിയതിൻ്റെ കൂട്ട് എനിക്ക് പാട്ട് പാടാൻ അറിയില്ല. കെവിൻ ഡിഡ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം കെവിൻ പാട്ട് പാടിയതുപോലെ എന്നാണ് അതിൻ്റെ ആശയം. ഐ കാൺ സിങ്, നമുക്ക് അങ്ങനെയാണ് ഇംഗ്ലീഷ് ഫോം ചെയ്യുന്നത്. ഐ കാൺ സിങ്, എനിക്ക് പാടാൻ കഴിയില്ല. ആസ് വെൽ ആസ് കെവിൻ ഡിഡ്, കെവിൻ പാട്ട് പാടിയതിലോട്ട് എനിക്ക് പാടാൻ കഴിയില്ല. അടുത്തത്, ഹി വാസ് സിക്ക് സോ ഹി ഡിഡ് നോട്ട് ഗോ ഔട്ട്. ഹി വാസ് സിക്ക് സോ ഹി ഡിഡ് നോട്ട് ഗോ ഔട്ട്. അവന് വയ്യാഞ്ഞതുകൊണ്ട് അവൻ പുറത്തോട്ട് പോയില്ല. ഹി വാസ് സിക്ക്, അവന് പനി ആയതുകൊണ്ട്, വാസ് എന്ന് പറഞ്ഞാൽ ആയതുകൊണ്ട് പാസ്റ്റ് ടെൻസ് ആണ്. ഹി വാസ് സിക്ക്, ഹി ഡിഡ് നോട്ട് ഗോ ഔട്ട്. അവൻ പുറത്ത് പോയില്ല. ഹി വാസ് സിക്ക് സോ, അതുകൊണ്ട്, സോ എന്ന് വെച്ചാൽ അതുകൊണ്ടെന്നാണ് അർത്ഥം. ഹി ഡിഡ് നോട്ട് ഗോ ഔട്ട്. അവന് പനി ആയതുകൊണ്ട് അവൻ പുറത്തോട്ട് പോയില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. വാസ് എന്ന് പറയുന്നത് പാസ്റ്റ് ടെൻസ് ആണ്. ആയിരുന്നു എന്ന് അർത്ഥമാണ് വരുന്നത്. പാസ്റ്റ് ടെൻസിൽ വാസ് നമ്മൾ ചേർത്ത് വരുമ്പോൾ ആയിരുന്നു എന്നൊരു മലയാളം അർത്ഥമാണ് വരുന്നത്. ഹി വാസ് സിക്ക് സോ ഹി ഡിഡ് നോട്ട് ഗോ ഔട്ട്. അവന് പനി ആയിരുന്നതുകൊണ്ട് അവൻ പുറത്തോട്ട് പോയില്ല എന്നാണ് അർത്ഥം. അടുത്തത്, ഐ ഡിഡ് ദാറ്റ് വിത്തൗട്ട് കൺസൾട്ടിങ് എനി വൺ. എന്ന് പറഞ്ഞാൽ ഞാൻ ആരുടെയും അഡ്വൈസ് കേൾക്കാതെ ഞാനത് ചെയ്തു എന്നാണ് അർത്ഥം. ഇവിടെ ഡിഡിൻ്റെ അർത്ഥം ചെയ്തു, പ്രവർത്തിച്ചു എന്നാണ് അർത്ഥം. ഐ ഡിഡ് ദാറ്റ് വിത്തൗട്ട് കൺസൾട്ടിങ് എനി വൺ. ആരുടെയും ഉപദേശം കേൾക്കാതെ ഒരു കൺസൾട്ടേഷൻ, കൺസൾട്ടേഷൻ നമ്മൾ കേൾക്കില്ല, ആരുടെയും ഒരു അഡ്വൈസ്, ഉപദേശം കേൾക്കാതെ. ഐ ഡിഡ് ദാറ്റ് വിത്തൗട്ട് കൺസൾട്ടിങ് എനി വൺ. എനിവൺ എന്ന് വെച്ചാൽ മറ്റാരുടെയും കൺസൾട്ട് ഇല്ലാതെ ഐ ഡിഡ് എന്ന് വെച്ചാൽ ഞാനത് ചെയ്തു. ഐ ഡിഡ് ദാറ്റ് വിത്തൗട്ട് കൺസൾട്ടിങ് എനിവൺ. അടുത്തത്, ഐ കാൺ ടെൽ യു വാട്ട് വി ഡിഡ് ലാസ്റ്റ് നൈറ്റ്. ഇതൊരു ജസ്റ്റ് ഒരു സെൻറ്റൻസ് ആണ്. എനിക്ക് തന്നോട് പറയാൻ പറ്റത്തില്ല ഞങ്ങൾ ഇന്നലെ രാത്രി എന്താ ചെയ്തതെന്ന്. ഐ കാൺ ടെൽ യു, എനിക്ക് തന്നോട് പറയാൻ പറ്റത്തില്ല. ഐ കാൺ എന്ന് പറഞ്ഞാൽ പറയാൻ പറ്റത്തില്ല എന്നാണ്. ഐ കാൺ ടെൽ യു വാട്ട് വി ഡിഡ് ലാസ്റ്റ് നൈറ്റിൽ എന്താ ചെയ്തതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇവിടെ ഡിഡിൻ്റെ അർത്ഥം എന്താ ചെയ്തതെന്ന് ഉള്ള അർത്ഥമാണ്. നമ്മൾ എന്താ ചെയ്തതെന്ന് ഉള്ള അർത്ഥമാണ്. ഐ കാൺ ടെൽ യു വാട്ട് വി ഡിഡ് ലാസ്റ്റ് നൈറ്റ്. അടുത്തത്, ഐ ആം സർപ്രൈസ്ഡ് ദാറ്റ് ഷീ ഡിഡ് സച്ച് എ തിങ്. ജസ്റ്റ് ഒരു
കോമൺ ടാക്കാണ്. ചിലർ പറയത്തില്ലേ ഇന്ന ആൾ ചെയ്തത് കണ്ട് ഞാൻ അത്ഭുതപ്പെട്ടു, ഞാൻ ഒട്ടും വിചാരിച്ചില്ല അയാൾ അങ്ങനെ ചെയ്യുമെന്ന്. അങ്ങനെ ഒരു അർത്ഥമാണ്. ഐ ആം സസ്പൈസ്ഡ് ദാറ്റ് ഷീ ഡിഡ് സച്ച് എ തിങ്. അവൾ അങ്ങനെ ഒരു കാര്യം ചെയ്യുമെന്ന് ഞാൻ ഒട്ടും വിചാരിച്ചില്ല എന്നൊരു അർത്ഥമാണ് ഇതിനുള്ളത്. ഐ ആം സസ്പൈസ്ഡ്, ഞാൻ ഞെട്ടിപ്പോയി എന്നാണ് ഇതിൻ്റെ അർത്ഥം. സസ്പൈസ്ഡ് ദാറ്റ് ഷീ ഡിഡ് സച്ച് എ തിങ്. അവൾ അങ്ങനെ ഒരു കാര്യം ചെയ്തതിൽ, ഇവിടെ ഡിഡിൻ്റെ അർത്ഥം ചെയ്തു എന്നുള്ളതാണ്. അടുത്ത ഐ ഡിഡ് മൈ ഹോംവർക്ക്, ഞാൻ എൻ്റെ ഹോംവർക്ക് ചെയ്തു. ഐ ഡിഡ് മൈ ഹോംവർക്ക് എന്ന് വെച്ചാൽ എൻ്റെ ഹോംവർക്ക് ഞാൻ ചെയ്തു. ഓക്കെ, അടുത്ത സ്ലൈഡിലോട്ട് പോവാം. അടുത്ത് ഹീ ഡിഡ് ഹിസ് അസൈൻഡ് വർക്ക്. അദ്ദേഹം അവൻ്റെ അസൈൻഡ് വർക്ക്, അതായത് വർക്ക് ചെയ്യാനുള്ള വർക്ക്, അസൈൻ ആയിട്ടുള്ള വർക്ക് ചെയ്തു. ഹീ ഡിഡ് ഹിസ് അസൈൻഡ്, അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ അവൻ അദ്ദേഹത്തിൻ്റെ വർക്ക് ചെയ്തു. അടുത്ത് ഹീ ഡിഡ് ഷോപ്പിംഗ്, അവൾ ഷോപ്പ് ചെയ്തു. അവൾ ഓൾറെഡി ഷോപ്പ് ചെയ്ത് കഴിഞ്ഞതാണ്. ഡിഡ് വന്ന് ഓൾറെഡി കഴിഞ്ഞു പോയ കാര്യമാണ്. ഷീ ഡിഡ് ഷോപ്പിംഗ്, അവൾ ഓൾറെഡി ഷോപ്പ് ചെയ്തു. അടുത്ത ഷീ ഡിഡ് ഹെർ ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ അവൾ അവളുടെ മാക്സിമം ബെസ്റ്റായിട്ടുള്ള കഴിവ് അവൾ പുറത്തെടുത്തുകൊണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. എന്തെങ്കിലും പ്രവൃത്തി ചെയ്താൽ നമ്മൾ പറയാം അവൾ അവിടെ മാക്സിമം എഫേർട്ട് എടുത്താൽ ചെയ്തെന്ന് പറയത്തില്ല, അതാണ് ഷീ ഡിഡ് ഹെർ ബെസ്റ്റ്. അടുത്ത് നോക്കാം, വി ഡിഡ് സം റിപ്പോർട്ട്, നമ്മൾ കുറച്ച് റിപ്പോർട്ട്സ് ഉണ്ടാക്കുന്നതാണ്. വി ഡിഡ് സം റിപ്പോർട്ട് നമ്മൾ കുറച്ച് റിപ്പോർട്ടുണ്ട്. ഒരു കോൺവെർസേഷനിലെ സെൻറ്റൻസാണ്. ഡിഡിൻ്റെ ആശയം മനസ്സിലാക്കിയെന്ന് ചോദിച്ചു. ഇവിടെ ഡിഡിൻ്റെ അർത്ഥം ചെയ്തു, പ്രവർത്തിച്ചു, നമ്മളത് ചെയ്തു എന്നാണ് അതിൻ്റെ അർത്ഥം. അടുത്ത ജസ്റ്റ് 2 ക്വസ്റ്റ്യൻസ് ആണ്. വേർ ഡിഡ് യു ഗോ ലാസ്റ്റ് നൈറ്റ്, ലാസ്റ്റ് നൈറ്റിൽ നിങ്ങൾ എവിടെയാണ് പോയെന്നാണ് ആ ക്വസ്റ്റ്യൻ്റെ അർത്ഥം. വേർ ഡിഡ് യു ഗോ ലാസ്റ്റ് നൈറ്റ്. ഡിഡ് യു വെച്ചുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. വേർ ഡിഡ് യു ഗോ ലാസ്റ്റ് നൈറ്റ്, നിങ്ങൾ എവിടെയാണ് രാത്രി പോയത്. വേർ ഡിഡ് യു ഗോ എന്ന് പറഞ്ഞാൽ എവിടെ നിങ്ങൾ പോയി, ലാസ്റ്റ് നൈറ്റ് നിങ്ങൾ എവിടെ പോയെന്നാണ് അർത്ഥം. അടുത്തത് വേർ ഡിഡ് യു സ്റ്റേ ലാസ്റ്റ് നൈറ്റ്, ഇന്നലെ രാത്രി നിങ്ങൾ എവിടെ താമസിച്ചത്. ഓൾറെഡി കഴിഞ്ഞ കാര്യമായതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. വേർ ഡിഡ് യു സ്റ്റേ ലാസ്റ്റ് നൈറ്റ്, ഡിഡ് ഇവിടെ വന്നതുകൊണ്ട് ഓൾറെഡി എല്ലാം കഴിഞ്ഞ കാര്യമാണ്. വേർ ഡിഡ് യു സ്റ്റേ ലാസ്റ്റ് നൈറ്റിൽ നിങ്ങൾ എവിടെ താമസിച്ചത് എന്നാണ് അർത്ഥം. അടുത്തത് ഹൗ ഡിഡ് യു മേക്ക് ഇറ്റ്, നിങ്ങളത് എങ്ങനെയാണ് ഉണ്ടാക്കിയത് അല്ലെങ്കിൽ നിർമ്മിച്ചത്, അല്ലെങ്കിൽ അതെങ്ങനെയാണ് നിർമ്മിച്ചതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഹൗ ഡിഡ് യു മേക്ക് ഇറ്റ്, അതെങ്ങനെയാണ് നിങ്ങൾ സാധിച്ചത് എന്നൊക്കെ അതിനർത്ഥമുണ്ട്. അതേപോലെ തന്നെ ഞാൻ അർത്ഥം പറയുമ്പോൾ നിങ്ങളുടെ മലയാള ലാംഗ്വേജിലോട്ട് വേണം എടുക്കാൻ. ഞാൻ അച്ചടി ഭാഷയിലായിരിക്കും സംസാരിക്കുന്നത്, അല്ലെങ്കിൽ എൻ്റെ നാട്ടിലൊരു ശൈലിയിലായിരിക്കും സംസാരിക്കുന്നത്. സോ നിങ്ങളുടെ മലയാള ഭാഷയിലോട്ട് വേണം ഇത് കൺവേർട്ട് ചെയ്യാൻ. കാരണം അത് അങ്ങനെയൊക്കെ പഠിച്ചാലേ നമുക്ക് ഇതിൻ്റെ ആശയങ്ങൾ കറക്റ്റായിട്ട് നമ്മുടെ മനസ്സിൽ വരത്തുള്ളൂ. ഇപ്പോൾ അച്ചടി ഭാഷയിലൂടെ നിങ്ങളിത് കേട്ട് കൺവേർട്ട് ചെയ്താൽ നമ്മുടെ മനസ്സിൽ നിൽക്കത്തില്ല. അച്ചടി ഭാഷ നമ്മുടെ മനസ്സിൽ അറ്റാച്ച് ആകത്തില്ല. കാരണം നമ്മൾ ആ സ്പിരിറ്റിലല്ല വളർന്നത്, നമ്മൾ ആ ആശയത്തിലല്ല വളർന്നത്. സോ മലയാളങ്ങൾ നിങ്ങളുടെ ഏത് നാട്ടിലാണോ ആ നാട്ടിൽ നിങ്ങൾ ജനിച്ച ആ ടോണിൽ വേണം മലയാള ഭാഷകൾ കൺവേർട്ട് ചെയ്യുക. അതാണ് ഏറ്റവും എളുപ്പമുള്ള ഇംഗ്ലീഷ് പഠിക്കാനുള്ള വഴികൾ. കാരണം നമ്മളിങ്ങനെ റിവൈസ് ചെയ്യുമ്പോൾ നമ്മൾ റിവൈസാണ് ചെയ്യുന്നത്, കാണാതെ പഠിക്കില്ല. കാരണം റിവൈസ് ചെയ്യുമ്പോൾ നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാനുള്ള സന്ദർഭങ്ങളിൽ സെൻറ്റൻസുകൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ മൈൻഡിൽ വരണമെന്നുണ്ടെങ്കിൽ നമ്മുടെ അർത്ഥം നമ്മൾ എങ്ങനെ ആശയത്തിൽ എടുക്കും എന്നുള്ളതാണ്. ആശയത്തെ എങ്ങനെ ഇംഗ്ലീഷിൽ എടുക്കുന്നോ അതനുസരിച്ചാണ് നമ്മുടെ മൈൻഡിൽ സ്റ്റോർ ആകുന്നത്. സോ അർത്ഥത്തെ നിങ്ങളുടെ നാട്ടിലെ ആ ഭാഷയിലോട്ട് കൺവേർട്ട് ചെയ്തെടുക്കുക. സോ നമുക്കത് സെൻറ്റൻസിലോട്ട് പോകാം. ഹൗ ഡിഡ് യു മേക്ക് ഇറ്റ്, അതെങ്ങനെയാണ് നിങ്ങൾ മേക്ക് ചെയ്തത് അല്ലെങ്കിൽ ഉണ്ടാക്കിയെന്നാണ് എൻ്റെ അർത്ഥം. അടുത്തത് വെൻ ഡിഡ് യു ബൈ ഇറ്റ്, എപ്പോഴാണ് നിങ്ങളത് മേടിച്ചത്. വെൻ ഡിഡ് യു ബൈ ഇറ്റ്, എപ്പോഴാണ് താങ്കളത് മേടിച്ചത്. അടുത്തത് വെൻ ഡിഡ് യു റിട്ടേൺ, നിങ്ങളെപ്പോൾ തിരിച്ചെത്തി എന്നാണ്. ആരെങ്കിലും എവിടെയെങ്കിലും പോയിട്ട് തിരിച്ചു വന്നെങ്കിൽ നമ്മൾ ചോദിക്കുന്നത് വെൻ ഡിഡ് യു റിട്ടേൺ, താങ്കൾ എപ്പോഴാണ് വന്നത്, അല്ലെങ്കിൽ നീ എപ്പോഴാണ് വന്നത്. വെൻ ഡിഡ് യു റിട്ടേൺ അർത്ഥം അങ്ങനെയാണ്. അടുത്തത് വൈ ഡിഡ് ഹി റൺ അവേ, അവൻ എന്തുകൊണ്ടാണ് പോയത്. റൺ അവേ എന്ന് വെച്ചാൽ പോയതെന്നാണ് അർത്ഥം. വൈ ഡിഡ് ഹി റൺ അവേ, ഓൾറെഡി നടന്ന കാര്യം. വൈ ഡിഡ് ഹി റൺ അവേ, അവൻ എന്തുകൊണ്ടാണ് നമ്മളെ വിട്ട് പോയത് എന്നാണ് അതിൻ്റെ അർത്ഥം. വൈ ഡിഡ് ഹി റൺ അവേ. അടുത്തത് ഡിഡ് യു റെൻ്റ് എ ന്യൂ അപ്പാർട്ട്മെൻറ്റ്, നിങ്ങൾ പുതിയ അപ്പാർട്ട്മെൻറ്റ് വാടകയ്ക്ക് എടുത്തോ. ഡിഡ് യു റെൻ്റ് എ ന്യൂ അപ്പാർട്ട്മെൻറ്റ്, പുതിയ ബിൽഡിംഗ്, താമസിക്കാനുള്ള ബിൽഡിംഗ്. അപ്പാർട്ട്മെൻറ്റ് എന്ന് വെച്ചാൽ നമ്മൾ താമസിക്കാനുള്ള ബിൽഡിംഗ് എന്നാണ് അർത്ഥം. ഡിഡ് യു റെൻ്റ് എ ന്യൂ അപ്പാർട്ട്മെൻറ്റ്, അങ്ങനെ ഡിഡ് വെച്ചുള്ളൊരു ക്വസ്റ്റ്യൻ. സോ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ കൊണ്ട് നിർത്തുന്നു. നമുക്ക് ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ നോക്കാം. അടുത്ത എപ്പിസോഡ് തീർച്ചയായും കാണണം. കാരണം എന്തെന്ന് വെച്ചാൽ നമ്മൾ ഗ്രാമർ സെക്ഷൻ പഠിക്കുന്നതിനെക്കാട്ടി നല്ലത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ഗ്രാമർ സെക്ഷൻ പഠിക്കുന്നതിനെക്കാട്ടി നല്ലത് ഇതേപോലെ ഇംഗ്ലീഷ് സെൻറ്റൻസുകൾ കുറേ റിവൈസ് ചെയ്ത് കഴിയുമ്പോൾ ഡിഡ് നമ്മൾ പോലും അറിയാതെ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് പഠിക്കാൻ സാധിക്കും. അതേപോലെ നമ്മുടെ കമ്മ്യൂണിക്കേഷനിൽ കൊണ്ടുവരാനും സാധിക്കും. സോ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ കൊണ്ട് വൈൻഡ് ചെയ്യുന്നു. ഡിഡിനെ പറ്റിയുള്ള കൺഫ്യൂഷൻ തീർന്നെന്ന് വിശ്വസിക്കുന്നു. അടുത്ത എപ്പിസോഡിന് സെയിം തന്നെയാണ്, കുറച്ച് എക്സാമ്പിളുകൾ കൂടെ നമ്മൾ കവർ ചെയ്യുന്നതായിരിക്കും. സോ ഇന്നത്തെ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ. അടുത്ത എപ്പിസോഡിൽ കാണാം. ബൈ.